അങ്ങനെ കുറേ നാളിന് ശേഷം ഞങ്ങൾ ഉമ്മൽക്കോയിലുള്ള ഫിഷ് മാർക്കറ്റിൽ പോവുകയാണ് മീൻ മേടിക്കാനൊക്കെ ഉണ്ട്. ഇപ്പം ഏകദേശം ഒരു 3 വർഷത്തോളമായെന്ന് തോന്നുന്നു ഞങ്ങൾ മീൻ മേടിക്കാനൊക്കെ ഉണ്ട് അവിടെ പോയിട്ട്. കാരണം കുഞ്ഞുണ്ടായതിന് ശേഷം ഞാൻ പോയിട്ടില്ല. അതിന് മുന്നേ നമ്മൾ സ്ഥിരമായിട്ട് ഫിഷ് മാർക്കറ്റിൽ പോയി മേടിക്കുന്നതായിരുന്നു. എല്ലാ ആഴ്ചയിലും നമ്മൾ പോകുമായിരുന്നു. പക്ഷേ കുഞ്ഞുവാവ ഉണ്ടായതിന് ശേഷം അങ്ങനെ പോകാനെ കൊണ്ടൊന്നും പറ്റിയിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടാണ് അവനെയും കൊണ്ട് ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൽ പോവുകയാണ് മീൻ മേടിക്കാനൊക്കെ ഉണ്ട്. അപ്പം നമ്മളിവിടെ ഇപ്പം നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന മീനൊന്നും അത്ര നല്ലതല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ഫിഷ് മാർക്കറ്റിൽ പോകാമെന്ന് വിചാരിച്ചു. കുറേ നാളായല്ലോ പോയിട്ട്. അങ്ങനെ നമ്മൾ ഫിഷ് മാർക്കറ്റിലോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഫിഷ് മാർക്കറ്റിലെത്തി. ഇതാണ് ഉമ്മൽക്കോയിലുള്ള ഫിഷ് മാർക്കറ്റ്. അപ്പം ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ മീൻ മേടിക്കാനായിട്ട് അകത്ത് കയറി. ഒരുപാട് മീൻ ഉണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ എല്ലാത്തിൻ്റെയും വില ചോദിച്ചിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് വരും. പലയിടത്തും ചെറിയ ചെറിയ വ്യത്യാസമുണ്ട് മീനിൻ്റെ. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നതിനെക്കാട്ടിൽ നല്ല വ്യത്യാസമുണ്ട് ഇവിടെ. പിന്നെ അതുപോലെ നല്ല ഫ്രഷായിട്ടുള്ള മീനാണ് കിട്ടുന്നത്. ചില മീനൊക്കെ ഞങ്ങൾ കണ്ടപ്പോൾ അതിങ്ങനെ പിടച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പേരിങ്ങനെ ഫിഷ് മേടിക്കാനായിട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പം നമ്മൾ മേടിച്ചതാണെങ്കിൽ കൊഞ്ചായിരുന്നു. കൊഞ്ച് മേടിച്ചു, പിന്നെ അയല മേടിച്ചു, ചെറിയ അയല, പിന്നെ ആവോലി മേടിച്ചു. പിന്നെ നമ്മളത് ഫിഷ് കട്ട് ചെയ്യാനൊക്കെ കൊണ്ട് അവിടെ കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ഇതിനടുത്ത് തന്നെ ഒരു പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ ഉള്ള ഒരു കടയുണ്ട്. അപ്പോൾ ആ കടയിൽ നിന്ന് ഞാൻ കയറി ചീര മേടിച്ചു. പച്ച ചീരയും പിന്നെ ഒരു ചുമന്ന ചീരയും മേടിച്ചു. പിന്നെ തണ്ണിമത്തൻ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമുക്ക് വേണ്ടുന്ന ഇവിടെ നിന്ന് മേടിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മീനാണെങ്കിൽ വെട്ടിക്കഴിഞ്ഞ് കിട്ടിയായിരുന്നു. ഈ ഒരു പ്ലേസ് കണ്ടോ, ഇതിവിടെ ആൾക്കാർക്ക് വിശ്രമിക്കാനൊക്കെ ഉള്ളതാണ്. പിന്നെ നമ്മൾ ആ കടയിൽ നിന്ന് തന്നെ ഒരു പച്ചമോര് മേടിച്ചായിരുന്നു. അത് നല്ലതായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയാണ്. പിന്നെ വീട്ടിൽ ചെന്ന് ഞാൻ ഈ അയിലയാണെങ്കിൽ ഫ്രൈ ചെയ്തു. പിന്നെ കൊഞ്ച് തീയലും വെച്ചു. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഉണക്കച്ചീനി ഉണ്ടായിരുന്നു, അതും കൂടെ വേവിച്ചു. അത് ചോറിന് കഴിക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് അന്നത്തെ ഫുഡ് നമ്മൾ കഴിച്ചു.